ദീപ അരുത്, എന്തായി കാണിക്കുന്നത്? ബോർഡ് കണ്ടില്ലേ? ഇത് തീർത്ഥമാ, വെറും തീർത്ഥമല്ല, ദേവിയുടെ കണ്ണീരാണിത്. ഒരിക്കലും പറ്റാത്ത കണ്ണീരിന്റെ തീർത്ഥം. ദേവി എന്തിനാ കരയുന്നത്? അതൊരു കഥയാ. ചിലമ്പ് മോഷ്ടിച്ചെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് കോവിലൻ കൊല്ലപ്പെട്ടപ്പോൾ രോഷത്താൽ പതിവ്രതയായ കണ്ണകി മധുരാപുരി ചുട്ടരിച്ച കഥ. ദേവി ശാന്തരോഷയായി ഇവിടെ വന്നാ കുടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണീരുമായി ഇവിടെ വരുന്നവരുടെ വേദനകൾ ദേവി ഒപ്പിയെടുക്കും. മിസ്സസ് ജവഹർ, ആര് വന്നാലും വാതിൽ തുറക്കരുതെന്നാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് മാറണോ? താൻ ഇതിനാ ഇതിനകത്ത് കയറിയത്? കടകട ചകത്തിന് നിങ്ങൾ എന്തെടുക്കാം മനുഷ്യനെ? തുറന്നില്ലെങ്കിൽ ഇടിച്ച് ഞാൻ ഈ വാതിൽ തുറക്കും. എന്റെ ഭഗവതി, ഈ മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു. ചുമ്മാതിരിക്കും മനുഷ്യ. തനിക്ക് എന്താടോ നാണം വരുന്നോ? വരുന്നെങ്കിൽ വീട്ടിൽ പോടോ. പോടോ. ഞാൻ താഴെ കാണും. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പിടിച്ച് ഭ്രാന്ത് ആശുപത്രിയിലാക്കാൻ തോന്നുന്നു. ആർക്കാണേലും ഭ്രാന്ത് പിടിച്ചു പോകുമടി. വൈകി വന്ന വസന്തമല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ നുള്ളി നുകരും ശലഭമായി ഞാൻ സൂര്യകാന്തികൾ വിടർന്ന് കുതിർന്ന്. എന്ത് വേഷമാണോ? പേരിനെ അന്വർത്ഥമാക്കുന്ന വേഷം. എന്റെ ദീപുവിന്റെ സങ്കല്പത്തിലെ നെഹ്റു, ചാച്ചു നെഹ്റു. ചാച്ചു നെഹ്റു എന്ന് പറഞ്ഞാൽ നെഹ്റു കിടക്കും. ചാച്ച നെഹ്റു. ചാച്ച നെഹ്റുങ്കിൽ ചാച്ച നെഹ്റു. ദീപമോളെ, ഇതാണ് സുധിയുടെ ബാബ. ബാബ? ബാബ അച്ഛൻ. ഓ, നമസ്തേ അങ്കിൾ. നെഞ്ചത്തോട്ട് ചേർത്ത് കുത്തിക്കോളും എന്നെ. നല്ല ഭംഗിയുണ്ടാവും. കേട്ടിട്ടില്ലേ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ. ഏതാടോ ഈ കേസ് കിട്ട്? പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ദേവിയെ തൊഴാൻ വന്ന കുറച്ചാൾ ഇവിടെ ഉണ്ടാവും. ഞാനാണ് രക്ഷകർത്താവ്. അങ്ങനെയൊന്നുമില്ല തന്നെ. വയസ്സാം കാലത്തൊരു ചുറ്റിക്കളി. അകത്താരും കാണുന്നില്ലല്ലോ അങ്കിൾ. എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുക. സുധിയോ? സുധിയും കൂടെ ഉണ്ട്. ഇവളെന്തിനാ സുധിയെ അന്വേഷിക്കുന്നത്? പോലെ ഇതിലാരാ നന്ദിനിക്കുട്ടി? ഗോപികൃഷ്ണന്റെ അനിയത്തി. ഞാനാ. അപ്പൊ ഇത് സുഭദ്ര. അച്ഛനും അമ്മയോടെ? അച്ഛാ. ശശി, കഴകക്കാരൻ. എന്താ മോളെ? ആരാ? എവിടുന്നാ? എന്നെ മനസ്സിലായില്ലേ? യതീന്ദ്രൻ. ഗോപികൃഷ്ണനോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് തിരുവാതിരയായിരുന്നു. തിരുവാതിരപ്പുഴുക്കിന്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഞാനും ഗോപികൃഷ്ണനും എന്തുമാത്രം കഴിച്ചത്. അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തന്നത്. അച്ഛനും എന്നെ ഓർമ്മ വരുന്നില്ലേ? അന്ന് ഈ മുറ്റത്ത് കത്തിച്ചു വെച്ച വലിയ നിലവിളക്കിന് ചുറ്റും നന്ദിനിക്കുട്ടിയും ഈ സുഭദ്രയും തിരുവാതിര കളിച്ചത്, ശശി പാടിയത്, ഒടുവിൽ ഗോപികൃഷ്ണനും അവരുടെ കൂട്ടത്തിലിറങ്ങി തിരുവാതിര കളിച്ചതൊക്കെ. ഒരു സന്ധ്യയ്ക്കാണ് ഞങ്ങൾ വന്നത്. വെളുക്ക് മുമ്പ് പോവുകയും ചെയ്തു. അന്നത്തെ തിരക്കിനിടയിൽ ചിലപ്പോൾ ഓർക്കാൻ വഴിയില്ല. ഗോപികൃഷ്ണന്റെ കൂടെ ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഓർമ്മ കിട്ടുന്നില്ല. വരൂ, അകത്തേക്കിരിക്കാം. എന്താ, അകത്തേക്ക് വരൂ. അച്ഛാ, ഞാൻ വന്നത്
ഗോപീഷിന്റെ ചിതാഭസ്മം. സുമതി, അയ്യോ അച്ഛാ, ഞാനിങ്ങനെ വഴി തെറ്റി വന്നതാണ്. വഴി തെറ്റിയല്ലേ? ഇന്ന് നിന്റെ കത്ത ഞാൻ കഴിക്കും. കുറെ നാളായി നീ മരുമോനെ കത്തിന്ന് പിടിച്ചു മാറ്റാ. മരുമോൻ ഒറ്റ വീശി വെച്ചെന്നാലുണ്ടല്ലോ പോവും. രണ്ടായി പോവും. നിനക്ക് നാണമില്ലോടെ തെണ്ടി മതിലിയാടാൻ. സ്വന്തം ഭാര്യയെ കാണാൻ ഒളിച്ചും പതിഞ്ഞും എത്ര കാലോടെ ഇങ്ങനെ വരാൻ പറ്റുന്നേ? തറവാട്ടി കയറ്റാൻ കൊള്ളാത്ത ചെറ്റ. സൂക്ഷിച്ച് സംസാരിക്കാം. രാത്രി എനിക്ക് പേടിയാവും. ഇങ്ങോട്ട് വന്നപ്പോ നിന്റെ പേടി എവിടെയായിരുന്നു? അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അയ്യടാ, നിന്ന് ചുറ്റിക്കളിക്കാതെ വേഗം സ്ഥലം വിട്ടോ. ഈ രാത്രിയിലാ ഇറങ്ങിയാട്ട മരുമോനെ. രാത്രി എന്നെ കണ്ടാൽ ആരെങ്കിലും പേടിക്കൂല. എടാ, നിന്നെ പകല് കണ്ടാൽ ആരും പേടിച്ചു പോവും. മരുമോനെ. ആരോ ചെയ്ത പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ. എന്നാലും എന്റെ അമ്മയെ, എന്റെ കുഞ്ഞ്, ഇവിടെ എല്ലാവർക്കും എന്തിഷ്ടമായിരുന്നോ അവനോട്. ഇവിടെ എന്നല്ല അച്ഛാ, എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അവനെ ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ബോംബെയിലെ തിരക്കേറിയ നരിമാൻ പോയിന്റിൽ വെച്ച് എന്റെ ബൈക്കിനെ ഒരു ചെറുപ്പക്കാരൻ ഓവർടേക്ക് ചെയ്തു. ആരും ഓവർടേക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അവന്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു. പെട്ടെന്ന് എന്റെ ബൈക്ക് സ്കിഡ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എന്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണന്റെ മുഖം ഞാൻ കണ്ടത്. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു. പക്ഷേ വിധി ക്രൂരമായി പോയി. അച്ഛൻ്റെ മകനെയും എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെയും നഷ്ടപ്പെട്ടു. ഒന്ന് വേഗം വാടാ, ഇനി എന്ത് തകരാറാണെന്ന് അവിടെ ചെല്ലും പറയാം. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ? വേണ്ടേ, വണ്ടി വിടാൻ പോവാ. നിന്ന് പോയാൽ ഉന്തേണ്ടി വരും. സെൽഫില്ലാത്തതാ. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ദിനചര്യല്ലേ. ഞാൻ യതീന്ദ്രൻ, ഗോപികൃഷ്ണന്റെ സുഹൃത്താ. ഞാൻ ഉത്തമൻ. അറിയാം. എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. സുധി, നജീബ്, രാജു അല്ലേ? ഗോപികൃഷ്ണൻ എപ്പോഴും പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ. അകത്തേക്കിരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട, നിങ്ങൾ എവിടേക്കോ പോവാൻ ഇറങ്ങിയതല്ലേ. നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഗോപികൃഷ്ണൻ പറഞ്ഞത് എത്ര ശരിയാ. അല്ല, ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട്? തിരിച്ചും മറിച്ചും തിരിച്ചും വെച്ചാ 5-6 ചാനൽ വരെ കിട്ടും. ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളം. അത് പോരാ. ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിങ്സാ. അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപികൃഷ്ണനായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെ കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ. നിങ്ങൾക്ക് വേണ്ടിയും ഗോപികൃഷ്ണന് വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും. വരട്ടെ.